നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട ജാസ് ആണ്. 2015 മോഡൽ വാഹനമാണ്. ഇതിൻ്റെ എടുത്ത് കാണിക്കുന്നതിൻ്റെ കളർ തന്നെയാണ്. കളറിൻ്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ഓറഞ്ച് അല്ലെങ്കിൽ കോപ്പർ കളർ എന്ന് പറയാൻ പറ്റില്ല, ഓറഞ്ച് കളറാണ് വന്നേക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ വാഹനം വേറെ പ്രത്യേകത വെച്ചാൽ IV ടെക്നോളജി വന്നേക്കുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. പെട്രോൾ ഓപ്ഷൻ വന്നേക്കുന്ന വാഹനമാണ്. കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ തരും. ഇപ്പോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മൈലേജ് ഒട്ടുമില്ലാതെ പ്രതീക്ഷിക്കും, പക്ഷേ തിരക്കില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ ഈ വാഹനങ്ങൾ തരും. 64,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. IDV വാല്യൂ നിലവിൽ 4 ലക്ഷം രൂപ നിൽക്കുന്നൊരു വാഹനം കൂടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോണ്ട ജാസ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വ്യൂവിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ വരെ കണ്ടേക്കാം. അതിനുശേഷം നമുക്കിൻ്റെ റേറ്റ് സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട ജാസ് ആണ്. 2015 മോഡൽ 10 മാസം പുറത്തേക്കുന്ന വാഹനമാണ്. നല്ല കളറാണ് ഈ വാഹനത്തിന്. ഈ കളർ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. ചില വാഹനങ്ങൾക്ക് ഈ ഒരു കോപ്പർ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ എന്നൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ ഒരു ലുക്ക് തന്നെയാണ് ഈ വാഹനം. ഉണ്ടാവും ഇത് ബ്ലാക്ക് ആൻഡ് ഈ ഓറഞ്ച് വരുമ്പോൾ അതിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ഇത് പെട്രോൾ ഓപ്ഷൻ എന്നൊക്കെ വാഹനമാണ്. അതേപോലെ തന്നെ KL 56 ആണ് രജിസ്ട്രേഷൻ വന്നേക്കണം. IV ടെക് ഓട്ടോമാറ്റിക് വേരിയൻ്റാണത്. ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സൊക്കെ വന്ന വാഹനമാണ്. പിന്നെ 64,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനത്തിൽ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. രജിസ്ട്രേഷൻ എക്സ്പയറി വന്നത് 2032 എക്സ്പയറി വന്നത്. CC ആണെങ്കിൽ 1200 CC വന്നേക്കണം. ഓക്കെ, ഇത് നോക്കി ഈ വാഹനം ഒന്ന് ഫുള്ള് കണ്ടേക്കാം. പിന്നെ എഞ്ചിൻ ഭാഗം ടയർ കണ്ടീഷൻ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വന്നേക്കണം. വീലാർസിലേക്ക് ഒന്ന് നോക്കാം. വീലാർസും ടയർ കണ്ടീഷൻ നോക്കാം. വീലാർസൊക്കെ നല്ല നീറ്റായിട്ട് വീലാർസാണത്. കണ്ടോ, ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് അലോയ്സും കാര്യങ്ങളും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിലേക്ക് വരാം. ബോണറ്റ് നോക്കാം. ബോണറ്റും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഒരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഹെഡ് ലാംപ്സിലേക്ക് വരാം. ഹെഡ് ലാംപ്സിന് ചെറിയൊരു മങ്ങലുണ്ട്. അതേപോലെ നമുക്ക് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഫോഗ്രാമ്പ് ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഫ്രണ്ട് പോർഷൻ നോക്കാം. ഫ്രണ്ട് പോർഷനായിരുന്നു നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണാം. ഹെഡ് ലാംപ്സ് ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ്രാമ്പും കാര്യങ്ങളൊക്കെ കാണാം. വീലാർസിലേക്ക് വരാം. വീലാർസായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കാം. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് ഇങ്ങനെ രണ്ട് ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. താഴെ നമുക്ക് റണ്ണിങ് ബോർഡായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. റണ്ണിങ് ബോർഡാണ്. വീലാർസും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സും കൂടെ കാണാം. അലോയ്സും കമ്പനി ഒറിജിനൽ അലോയ്സും നമുക്ക് കിട്ടുന്നുണ്ട്. വാഹനത്തിന് സൈഡ് വ്യൂ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് വ്യൂ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഡിഫോക്കസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ്. IV ടെക് ടെക്നോളജി വന്നേക്കണം. ബമ്പേഴ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും നമുക്ക് കൂടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഇവിടുത്തെ വീലാർസ് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സും കൂടെ കാണാം. രണ്ട് ഡോറ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസും നമുക്ക് കിട്ടുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. പവർ വിൻഡോസും അതേപോലെ ORM കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു സീറ്റ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സീറ്റ് കവേഴ്സാണത്. ഇവിടെ നമുക്ക് എയർ ബാഗിന് സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിൽ നോക്കാം. മിഡിൽ നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന മിഡിൽ പോർഷൻ കാണാം. ഓട്ടോമാറ്റിക് ഗിയർ നോബ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് കാണാം. ബട്ടൺ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് എത്രയാണെന്ന് നോക്കിയേക്കാം. ഞാൻ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ പാട്ടൊന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, കിലോമീറ്റർ നോക്കുമ്പോൾ 64,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. പാഡിൽ ഷിഫ്റ്ററൊക്കെ ഉണ്ട്. ആണോ, നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പാഡിൽ ഷിഫ്റ്ററൊക്കെ ഇവിടെ കാണാം. അതേപോലെ ഗിയർ നോബൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഫ്ലോർ നോക്കാം. ഫ്ലോർ ആയിരുന്നു നല്ല ക്വാളിറ്റി തന്നെ ഇങ്ങനെ ഫ്ലോറാണ്. പിന്നെ ഞാനൊക്കെ ചെയ്ത് ഭംഗിയായി തന്നെ വെച്ചിട്ടുണ്ട്. ഡോർ പാഡ്സും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സ് നമുക്ക് കാണാം. റിയർ ഭാഗം നോക്കാം. റിയർ ഭാഗമായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് റിയർ ഭാഗം നമുക്ക് കിട്ടുന്നത്. റൂഫായാലും ഒരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കിക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഇവിടെയും നോക്കാം. ന്യായമായിട്ടുള്ള ലെഗ് റൂമുണ്ട്, വിശാലം എന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെയും നോക്കാം. ഹെഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റ് കവേഴ്സ് നോക്കുന്നുണ്ട്. പാസഞ്ചർ നോക്കാം. പാസഞ്ചർ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഹോണ്ട ജാസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പയ്യെ നമുക്ക് ബൂട്ടും അതേപോലെ തന്നെ
ഇതിൻ്റെ ലിഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എൻജിൻ ഭാഗം എന്താണ് അവസ്ഥ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹോണ്ട ജാസിൻ്റെ ഒരു എൻജിൻ ഭാഗം. നല്ല നീറ്റായിട്ടുള്ള എൻജിനാണത്. ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഉണ്ടോ, ഇത് വൃത്തി തന്നെ എൻജിൻ ഭാഗം. അതേപോലെ തന്നെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കാണാം. ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ കിട്ടുന്നില്ല. ഇവിടെ എഡ്ജസ് നോക്കാം. വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലിഡിലേക്ക് വരാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചൊക്കെ ഉണ്ടാകും നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിലേക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് ഒന്ന് പോയേക്കാം. ബൂട്ടിൽ പോയിട്ട് ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. നമ്മൾ അതിൻ്റെ കീ വന്നേക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു ഹോണ്ട ജാസിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. കേട്ടോ, നീറ്റായിട്ട് നിൽക്കുന്ന ബൂട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ പാർസൽ ട്രേ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡിൻ്റെ അഡ്ജസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോവർ പോർഷനിലേക്ക് വരാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലോവർ പോർഷനും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. സ്പെയർ വീൽ നോക്കാം. സ്പെയർ വീൽ കണ്ടാൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചാണ്. നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കും സ്പെയർ വീൽ റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ഹോണ്ട ജാസിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഹോണ്ട ജാസ് 2015 മോഡൽ വാഹനം, IV ടെക് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കിലോമീറ്റേഴ്സൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കിതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 5.3 5.75 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി നിങ്ങളിലേക്ക് എത്താനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. തരാം.